അവരുടെ അടുത്തേക്ക് ചെന്നത്. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെന്നത്. ഒന്ന് വരണം, ഞങ്ങളെ അവിടെ വന്നൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ഞാൻ യാത്ര തിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു തിരിച്ച് എത്തുന്ന ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞു ചെന്നു. അതായത് ഞങ്ങൾ ഈ സമരം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ സമരപന്തലിലുള്ള ആളുകൾ, ആശാവർക്കർമാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഓരോ ആശാവർക്കർമാരും അവരവരെ കാണാൻ പറ്റുന്ന നേതാക്കളെ പോയി കാണുകയും സമരപന്തലിൽ ക്ഷണിക്കുകയും ഈ സമരത്തോടൊപ്പം നിൽക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായി ചില ആശാവർക്കർമാർ അവർ തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു നിവേദനം, നമ്മളുടെ ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് ഒരു എഴുതി തയ്യാറാക്കിയ ഒരു നിവേദനവുമായി സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അവരെ ക്ഷണിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അപ്പോൾ വരാൻ കഴിയില്ലെന്നാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം വരികയും ചെയ്തു. അത്രയാണുള്ളത്. എല്ലാ നേതാക്കളുടെയും എല്ലാ പാർട്ടിയിൽപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടിട്ടുണ്ട്, കോൺഗ്രസ് നേതാക്കളെ കണ്ടിട്ടുണ്ട്, എന്നിട്ട് ഇടതുപക്ഷക്കാരായ നേതാക്കളെ വരെ പല ആളുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ നേതാക്കളൊഴിച്ച് ബാക്കി എല്ലാവരും ഈ പന്തലിൽ വന്നു.